ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ എ റഹീം, ഈ ഔട്ടർ റിംഗ് റോഡ് അതുപോലെ തന്നെ റെയിൽ കണക്ടിവിറ്റി തുടങ്ങിയ വിഷയങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ വരുന്നില്ല, അടുത്ത റൗണ്ടിൽ വരാം. പക്ഷേ ഇപ്പോൾ ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന തൂണുകളിൽ ഒരാളായ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവ് ശശി തരൂരും ഇവിടെ ഉണ്ട്. ഈ ചടങ്ങ് പലരുടെയും ഉറക്കം കെടുത്തും എന്ന്. ഈ ചടങ്ങ് ആരുടെ ഉറക്കം കെടുത്താനാണ് എനിക്ക് മനസ്സിലായില്ല. സന്ദേശം എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ട് എന്നും പറയുന്നു. ഇപ്പൊ ഇന്ത്യ മുന്നണിയും ഈ ചടങ്ങും തമ്മിൽ എന്താണ് ബന്ധം? അല്ല, ഇതിനകത്ത് കാര്യം വികസനത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെയാകുമെന്ന് കരുതുകയാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതകൾ പാടില്ല. അത് CPIM-ൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പൊതു നിലപാടാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിലൊന്നും ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിട്ടു നിൽക്കേണ്ടതില്ല. ഞാൻ ഓർമ്മിക്കുകയാണ്, വിയോജിപ്പുകൾ ഉണ്ടായപ്പോഴും ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ പോയി പങ്കെടുത്തു. അതാണ് ചരിത്രം. ഞങ്ങളങ്ങനെ വിട്ടുനിൽക്കില്ല. വ്യത്യസ്തമായ അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിൽ അത് പറയും. ഇതാണ് അതിന്റെ കാര്യം. ഇന്നത്തെ വേദിയിൽ ഞാൻ ഒരു കാര്യം, കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി, അത് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ആ വിഷയം ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഗൗതം അദാനിയും നരേന്ദ്രമോദിയും ഭായ് ആണ്. ക്രോണി ക്യാപിറ്റലിസമാണ് ഈ രാജ്യത്ത്. അപ്പോൾ ഇവർ പരസ്പരം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് UPA മാത്രമല്ല ഇന്ത്യ മുന്നണി ആകെ ഉന്നയിക്കുന്ന ആരോപണമാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അതിന്റെ മുന്നണി പോരാളിയാണ്. അപ്പോൾ ക്രോണി ക്യാപിറ്റലിസമാണ്. ഗൗതം അദാനി നരേന്ദ്രമോദി പാർട്ട്ണർഷിപ്പാണ്. ഇവർ പരസ്പരം അതുകൊണ്ട് നേട്ടമുണ്ടാക്കുകയാണ് എന്ന ഇന്ത്യ മുന്നണിയുടെ ആരോപണങ്ങളെയല്ലേ പ്രധാനമന്ത്രി ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അത് പലരുടെയും ഉറക്കം കെടുത്തുന്നു പറയുമ്പോൾ നിങ്ങൾ ഇടതുപക്ഷം അടക്കം എന്നെക്കുറിച്ചും ഈ അദാനിയെക്കുറിച്ചും പറഞ്ഞതെല്ലാം തെറ്റാണെന്നതാ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ തെളിയിക്കുകയാണെന്നല്ലേ പ്രധാനമന്ത്രി പറഞ്ഞത്? ഇല്ല, അങ്ങനെയല്ല. അതിപ്പോൾ ആരോപണം ഇപ്പോഴും ഞാൻ ഉന്നയിച്ചല്ലോ. ഇതല്ല, ഇതിനു മുമ്പ് ചർച്ച ചെയ്തപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, മോദി ഗവൺമെൻറ്റിൽ നിന്ന് അദാനിക്ക് ചില പ്രത്യേക സഹായങ്ങൾ ലഭിക്കാറുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അത് ഞാൻ ഈ ചർച്ചയിൽ തന്നെ ഞാൻ ഉന്നയിച്ചല്ലോ. അത് ഞാൻ ഉന്നയിക്കുകയാണ്. പ്രശ്നം എന്താണ്, ഞാൻ പറഞ്ഞു വരുന്നതല്ല. ഞാൻ അദ്ദേഹം ഇപ്പോൾ വ്യക്തമായിട്ട് എന്തെങ്കിലും ഒരു സ്പെസിഫിക് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നില്ല താങ്കൾ ഈ ഉദ്ധരിച്ച കാര്യം പ്രധാനമന്ത്രി പറഞ്ഞത്. ഞാനും താങ്കളും എല്ലാം ഊഹിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ ഊഹമാണ് ഞാൻ പറയുന്നത്. പ്രശ്നം എന്താണ്, അവിടെ കേരളത്തിൻ്റെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായതാരാണ്? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. എന്തുകൊണ്ട് വരാതിരുന്നു? ഞാൻ ചോദിക്കുന്നു, കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട സെക്രട്ടറിയാണ്, MLA ആണ്, മുൻ മന്ത്രിയാണ് MP ഗോവിന്ദൻ മാസ്റ്റർ. അദ്ദേഹം എന്തുകൊണ്ട് വന്ന് ആ മുൻ വേദിയിലിരുന്നു, ഫ്രണ്ടിലിരുന്നു? അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇതിന് പണം കൊടുക്കുന്ന പ്രധാനപ്പെട്ട മന്ത്രിയാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ. ഞങ്ങളുടെ പാർട്ടിയുടെ തലമുതിർന്ന നേതാവാണ്, പ്രധാന നേതാവാണ്. അദ്ദേഹം വന്ന് മുമ്പിലിരുന്നു. PWD മിനിസ്റ്റർ ഇപ്പോൾ റോഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ശ്രീ PM മുഹമ്മദ് റിയാസ് ടൂറിസവുമായി ബന്ധം അവിടെയുണ്ട്. മുൻ മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ആ വേദിയിലുണ്ട്, താഴെ ഇരിക്കുകയാണ്. ഒട്ടേറെ പേർ, ഞാൻ ഇനിയും പേരെടുത്ത് പറയുന്നില്ല, മന്ത്രിമാർ താഴെ ഇരിക്കുന്നു, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇരിക്കുന്നു. എൻ്റെ പ്രതിപക്ഷ നേതാവ് വന്ന് ഈ വലിയ ആഹ്ലാദകരമായ ചരിത്രപരമായ ഈ നിമിഷത്തിൻ്റെ ഭാഗമാകാതിരുന്നത് അത് ശരിയാണോ? ഔചിത്യമാണോ? ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആ വേദിയിൽ വന്നിരുന്ന അനൗചിത്യം പോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ അസാന്നിധ്യവും അനൗചിത്യമാണ്. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ ശ്രമിക്കുന്നു. ഇവിടെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 2 തവണയാണ് ഈ കാലയളവിൽ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ, അതിനു മുമ്പും കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഉണ്ടായിരുന്നത്. ഞാൻ പറയുന്ന കോൺഗ്രസിൻ്റെ കേരളത്തിലെയും അവിടുത്തെയും ഗവൺമെൻറ് എന്ത് നിലയിലാണ് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന് ശ്രമകരമായ ഒരു പ്രൊജക്റ്റ് എടുത്തത്, പദ്ധതി എടുത്തത്? അങ്ങനെ വന്നില്ല. ഇവിടെ വന്നപ്പോഴേക്കും അദാനിയുണ്ട്, അദാനിയുടെ താല്പര്യം അവിടെ വരുന്നു, അവിടെ ആ ബന്ധമുണ്ടാകുന്നു. അത് ഒരു വശം നിൽക്കട്ടെ, എൻ്റെ ചോദ്യം അതല്ല. അതുകൊണ്ട് ഞാൻ വിൻസെൻറ്റിൻ്റെ വാദത്തിനെതിരെയാണ് ഞാൻ പറയുന്നത്. വിൻസെൻറ്റ് പറയുന്നത് അവരാണിതെല്ലാം ചെയ്തതെന്നാണ്. അങ്ങനെ അല്ല. എങ്കിൽ നിങ്ങളുടെ നല്ല കാലം ഉണ്ടായിരുന്നു, നിങ്ങളത് ചെയ്തില്ല. കേരളത്തിലും ഉണ്ടായിരുന്നു, കേന്ദ്രത്തിലും ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾ ഇവിടെ ഭരിക്കുമ്പോഴും കേന്ദ്രത്തിൽ നിങ്ങളത് ചെയ്തില്ല. ഇനി അടുത്ത് പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, ശ്രീ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതിയെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ചത് ആരൊക്കെയാണ്? ശ്രീ വിൻസെൻ്റെ, രാഷ്ട്രീയ കാര്യസമിതി വിളിച്ചു ചേർക്കണം, CAG റിപ്പോർട്ട് ചർച്ച ചെയ്യണം. കത്ത് കൊടുത്ത നേതാവിൻ്റെ പേര് ശ്രീ VD സതീശൻ, അന്ന് MLA, ഇന്ന് പ്രതിപക്ഷ നേതാവ്. AICCയുടെ പോലും നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് ഇതാ ഞങ്ങൾ ആരും അറിയാതെ ശബരിനാഥൻ്റെ തിരഞ്ഞെടുപ്പിലെ നോമിനേഷൻ കൊടുത്ത് കളക്ടറേറ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ ഉൾപ്പെടെ അറിഞ്ഞത് ഇവിടെ ഈ വിഴിഞ്ഞം കരാറിൽപ്പെട്ടിരിക്കുന്നു. ഇത് തെറ്റാണ്, ഇതിൻ്റെ പിന്നിൽ ദുരൂഹതയുണ്ട്, സംസ്ഥാന താല്പര്യത്തിനെതിരാണ്, ഇത് പരിശോധിക്കണം. സ്റ്റേറ്റ്മെന്റ് ബൈ ശ്രീ VM സുധീരൻ. ഒരാളും കത്തെഴുതി തന്നില്ലെങ്കിലും ഇതൊക്കെ പരിശോധിക്കാൻ കഴിയും എന്ന് പറഞ്ഞത് അന്നത്തെ KPCC അധ്യക്ഷന്റെ ചുമതലയുള്ള ശ്രീ MM ഹസൻ.
ഞങ്ങൾ ഇതെന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? അല്ല ശ്രീ റഹീം, ഇത് ഞങ്ങൾ മാത്രം ഉന്നയിച്ച രാഷ്ട്രീയ കാര്യമാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ അന്ന് കോൺഗ്രസിലെ ഈ പറഞ്ഞ നേതാക്കളൊക്കെ വാളെടുത്തു. കടൽ കൊള്ള എന്നുള്ളതായിരുന്നു ദേശാഭിമാനിയുടെ ബാനർ ഹെഡിങ്. അങ്ങ് മറന്നിട്ടില്ലല്ലോ. അത് തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ സിയാൻഡേജിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഈ കരാറുണ്ടായ ഘട്ടത്തിൽ തന്നെ ഞങ്ങളത് പറഞ്ഞു. എന്തുകൊണ്ടാണ്? സംസ്ഥാനത്തിൻ്റെ വിശാലമായ താല്പര്യത്തിന് ഇതെതിരാണ്. ശ്രീ നോക്കൂ അഭിലാഷ്, 2016 ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നത്. അതിനു മുമ്പ് പാർട്ടി നേതാവായിരിക്കെ അദ്ദേഹം നയിച്ച ജാഥ, തെരഞ്ഞെടുപ്പ് പ്രചരണം ലക്ഷ്യം വെച്ച്, ആ ജാഥയുടെ അവസാന ദിവസങ്ങളിൽ പത്രക്കാർ ചോദിക്കുന്നുണ്ട്, താങ്കൾ മുഖ്യമന്ത്രിയാവുകയോ LDF അധികാരത്തിൽ വരികയോ ചെയ്താൽ നിങ്ങൾ കടൽക്കൊള്ള എന്ന് വിശേഷിപ്പിച്ച സംസ്ഥാനത്തിൻ്റെ വിശാല താല്പര്യം സംരക്ഷിച്ചില്ല എന്ന് നിങ്ങൾ ആക്ഷേപമുന്നയിക്കുന്ന വിഴിഞ്ഞം കരാറും പദ്ധതിയുമായി മുൻപോട്ട് പോകുമോ? ഇത് അന്ന് ചോദിച്ചു. ഏത്? നമ്മൾ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ്. അന്ന് സഖാവ് പിണറായി വിജയൻ പറയുന്നുണ്ട്, ഞങ്ങൾ പദ്ധതിയുമായി മുൻപോട്ട് പോകും. അത് വിശാല താല്പര്യത്തിനെതിരാണ്, സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചിട്ടില്ല എന്നതൊക്കെ ശരിയാണെങ്കിൽ കൂടിയും ഒരു ഗവൺമെൻറ്, പിന്നെ വരുന്നൊരു ഗവൺമെൻറ് ഇങ്ങനെ ഒരു വലിയ പദ്ധതിയിൽ നിന്ന് പുറകോട്ട് പോയാൽ സംസ്ഥാനത്തിൻ്റെ പൊതു കാഴ്ചപ്പാട് മാറും. അതായത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് മാറും. സംസ്ഥാനത്തിന് ഇനിയും ഇതുപോലുള്ള വലിയ പദ്ധതികൾ വരാതിരിക്കും. അതുകൊണ്ട് വിമർശനങ്ങൾ ഉള്ളപ്പോഴും ആക്ഷേപമുള്ളപ്പോഴും ഞങ്ങളുടെ ഗവൺമെൻറ് വന്നാലും സംസ്ഥാന പുരോഗതി ലക്ഷ്യം വെച്ച് ഞങ്ങളിതുമായി മുൻപോട്ട് പോകും. ഞങ്ങൾ വന്നിട്ട് എന്താ ചെയ്തേ? അവരുമായിട്ട് മറ്റൊരു സപ്ലിമെന്ററി കരാർ ഉണ്ടാക്കി. ആദ്യത്തെ കരാറിൽ 40കളിലാണ് ഈ പദ്ധതി പൂർത്തീകരിക്കുകയെങ്കിൽ ഞങ്ങളിത് 2028 സപ്ലിമെന്ററി കരാർ പ്രകാരം പൂർത്തീകരിക്കുമെന്ന് നിലവന്നു. ഇന്ന് മുഖ്യമന്ത്രി തന്നെ സാക്ഷ്യപ്പെടുത്തി അതിനു മുന്നമേ തന്നെ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധം കാര്യങ്ങൾ പോകുന്നു. അതിനുള്ളിൽ നിന്നുകൊണ്ട്, ആദ്യത്തെ മദർ കരാറിൽ ഉള്ളിൽ നിന്നുകൊണ്ട്, പ്രാഥമിക കരാറിനുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രൊട്ടക്ട് ചെയ്യുകയും, എന്നാൽ കരാർ മുഴുവൻ ഞങ്ങളുടെ വിമർശനങ്ങളുള്ള ഒരൊറ്റ കാരണത്താൽ എതിർപ്പുള്ള കരാർ ഉപേക്ഷിച്ച് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യമല്ല, സംസ്ഥാനത്തിന്റെ വികസന താല്പര്യമാണ് വേണ്ടത് എന്ന വിശാല താല്പര്യം രാഷ്ട്രീയമായി ഉയർത്തിപ്പിടിക്കുകയാണ് സഖാവ് പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യം. അതാണ് CPM-ന്റെ വാദം.